കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷമായിരിക്കുന്ന എല്ലാവരും. നമ്മുടെ വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചത്? ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ. വിശുദ്ധ കുർബാനയുടെ മൂന്നാമത്തെ ഭാഗമായ ബലിയർപ്പണം എന്ന ഭാഗത്തേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അനാഫറ എന്നാണ് പൊതുവായിട്ടും ഈ ഒരു ഭാഗത്തിന് പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ സമാധാന പ്രാർത്ഥന മുതൽ യാത്ര പറച്ചിൽ വരെയുള്ള ഭാഗങ്ങളാണ് അനാഫറ എന്ന ഈ ഭാഗത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അനാഫറ എന്ന ഗ്രീക്ക് പദത്തിന് യാഗാർപ്പണം എന്നാണ് അർത്ഥം. കുർബാന എന്നുള്ള ആ സുറിയാനി പദത്തിന്റെ അർത്ഥവും ഇത് തന്നെയാണ്, യാഗാർപ്പണം. നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ അന്ത്യത്താഴ സമയത്ത് ചൊല്ലിയ പ്രാർത്ഥനകളും അനുഷ്ഠിച്ച കർമ്മങ്ങളും ഒക്കെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഈ ഭാഗത്ത് അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും അനുഷ്ഠിക്കുന്നതുമെല്ലാം. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും 66 പ്രാർത്ഥനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാറ്റമുള്ള 33 പ്രാർത്ഥനകളും മാറ്റമില്ലാത്ത 33 പ്രാർത്ഥനകളും കൂടി ഒരുമിച്ച് ചേർന്ന് 66 പ്രാർത്ഥനകൾ അനാഫറ എന്ന ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നു. ഈ മാറ്റമുള്ള 33 പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഓരോരോ കാലങ്ങൾക്കനുസരിച്ച് മാറി വരുന്ന 33 പ്രാർത്ഥനകൾ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യത്വത്തെയും മാറ്റമില്ലാത്ത 33 പ്രാർത്ഥനകൾ നമ്മുടെ കർത്താവിന്റെ ദൈവത്വത്തെയും സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് ഈ 33 കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ കർത്താവിന്റെ ഇഹലോകവാസകാലം 33 വർഷമായിരുന്നു, അല്ലെ? അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ 33 പ്രാർത്ഥനകൾ വീതം ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, വിശ്വാസ പ്രമാണം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ടു, പഠിച്ചു, അറിഞ്ഞു, അല്ലെ? ഇനി അതിനുശേഷം വൈദികൻ വിശ്വാസ പ്രമാണം കഴിയുമ്പോഴേക്കും പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ദർഗയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ദർഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രോണോസിന് മുൻപിലുള്ള ചെറിയ പടിയാണ് ദർഗ എന്ന് ഉദ്ദേശിക്കുന്നത്, ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ദർഗ പ്രവേശനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇതുവരെയുള്ള ഭൗമികമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് സ്വർഗീയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുവാൻ ഈ ദർഗ പ്രവേശനം അത് ആ സമയത്ത് അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു മിശിഹ തന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാനം മർക്കോസിന്റെ മാളികയിൽ പ്രവേശിച്ച് തന്റെ അവസാനത്തെ അത്താഴ സമയത്ത് പെസഹ ആഘോഷിച്ചതിനെ തന്റെ പുതിയ ഒരു കൽപ്പന നമുക്ക് നൽകി തന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വിഭജിച്ച് നൽകിയതിനെ അനുസ്മരിച്ചുകൊണ്ട് കൂടിയാണ് ഈ സമയത്ത് വൈദികൻ ഇനിയുള്ള പ്രാർത്ഥനകൾ ദർഗായിൽ കയറി നിന്നുകൊണ്ട് അർപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാന പ്രാർത്ഥനയോടുകൂടെയാണ് നമ്മൾ ഈ അനാഫുറ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ബലിയർപ്പണം എന്നുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയത്ത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നീ ബലിയർപ്പിക്കുവാനായി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് നീ ഓർത്താൽ നിന്റെ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനുമായി രമ്യതപ്പെടുക എന്ന നമ്മുടെ കർത്താവിന്റെ ആഹ്വാനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ പരമപ്രധാനമായ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സമാധാന പ്രാർത്ഥന നടത്തുന്നതും പരസ്പരം സമാധാനം ആശംസിക്കുന്നതും. വൈദികരിൽ നിന്ന് ശുശ്രൂഷകൻ വഴി നമുക്ക് എല്ലാവർക്കും സമാധാനം ലഭിക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒരു ചിന്ത, നാമും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ബലിയർപ്പണത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പരമപ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വിരോധമുള്ളവരോ നമ്മോട് വിരോധമുള്ളവരോ ആയിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്
മനസ്സുകൊണ്ട് ക്ഷമിക്കുന്നതിന്റെ അടയാളമായിട്ടാണ് നാം നമ്മുടെ ഇടതുവശത്തും വലതുവശത്തും ഒക്കെ നിൽക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്നത്. ആ സമയത്ത് സമാധാനം കൊടുക്കുന്ന സമയത്ത് ഇരുവശങ്ങളിലേക്ക് തിരിഞ്ഞ്, പുറകിലേക്കുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പുറകിലേക്ക് തിരിഞ്ഞ് മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ സമാധാനം ആശംസിക്കുവാൻ. നമ്മുടെ കരങ്ങൾക്കിടയിൽ അവരുടെ കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് സമാധാനം ആശംസിക്കണം. ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മോട് വിരോധമുള്ളവരെ, നമ്മോട് ദേഷ്യമുള്ളവരെ, നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊറുക്കാൻ പറ്റാത്തതോ ക്ഷമിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നതിന്റെ ആ വ്യക്തികളെയൊക്കെ ഇവരിലൂടെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ആ സമയത്ത് നാം സമാധാനം ആശംസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്തയാണ് കടന്നു വരേണ്ടത്. ഈ സമാധാന പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് ശുശ്രൂഷകൻ നമ്മുടെ കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം എന്ന ആഹ്വാനം നമുക്ക് നൽകുന്നു. അതുവഴിയായിട്ട് ആ ആഹ്വാനം കേൾക്കുന്നതനുസരിച്ച് ജനങ്ങളെല്ലാവരും, നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? തലവണങ്ങി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെ? ഒരു പ്രത്യേക കാര്യം സിസ്റ്റർ പറയാനുള്ളത്, പല സ്ഥലങ്ങളിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ, അറിയാതെ ആയിരിക്കാം, പലരും വിശുദ്ധ കുർബാനയിൽ കൈയൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ കരങ്ങൾ ഇങ്ങനെ കെട്ടി വിശുദ്ധ കുർബാനയിൽ ഒന്നും ചൊല്ലാതെ കരങ്ങളും കെട്ടി, അതായത് ഹൃദയം ഇവിടെയാണ്, അല്ലെ? ഹൃദയത്തിലേക്ക് അവിടെ നടക്കുന്നതൊന്നും സ്വീകരിക്കാതെ അതിനെ ഇങ്ങനെ ബന്ധിച്ച് നമ്മുടെ അധരങ്ങൾ കൊണ്ട് പ്രാർത്ഥനകളൊന്നും ചൊല്ലാതെ നിൽക്കുന്നത് ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്ന് നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കണം. വിശുദ്ധ കുർബാനയിൽ നാം നിൽക്കുന്നതിന് അതിന്റെ ഒരു രീതിയുണ്ട്. നാം ഒന്നുകിൽ വിശുദ്ധ കുർബാനയ്ക്ക് കരങ്ങൾ രണ്ടും കൂപ്പി വളരെ ഭക്തിപൂർവ്വം നമുക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം. അതല്ലെങ്കിൽ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം. പരമാവധി സാധിക്കുന്ന സമയങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന, ആ കുർബാനക്രമം നമുക്ക് കിട്ടുകയാണെങ്കിൽ, പുസ്തകം ധാരാളം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കരങ്ങളിൽ എടുത്തുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും ഉറക്കെ ഉച്ചരിച്ച് മനസ്സും ശരീരവും എല്ലാം അതിൽ അർപ്പിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ട് നമുക്ക് കൂടുതൽ ഏകാഗ്രതയോടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വേണം നാം ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ. അതുവഴി നമ്മെ കാണുന്ന ആളുകൾ പോലും നമ്മെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിലേക്ക് തിരിയാനുള്ള ഒരു അവസരം നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായിട്ടും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്, അല്ലെ? അപ്പോൾ ഈ ശുശ്രൂഷകൻ ജനങ്ങൾക്ക് ഈ ആഹ്വാനം നൽകുന്നത് വഴി നമ്മളെല്ലാവരും കരങ്ങൾ കൂപ്പി തല വണങ്ങി നിന്നുകൊണ്ട് വൈദികന്റെ ആ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ഈ സമയത്താണ് വൈദികൻ ആശീർവാദ പ്രാർത്ഥന നടത്തുന്നത്. ജനങ്ങളുടെ മേലുള്ള പ്രാർത്ഥന എന്നും കൈവെപ്പിന്റെ പ്രാർത്ഥന എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്, ഈ പ്രാർത്ഥന അറിയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് വൈദികൻ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ആശീർവദിക്കുന്ന പ്രാർത്ഥനയാണ് ഈ സമയത്ത് നടത്തുന്നത്. ആ പ്രാർത്ഥനയുടെ അവസാനം നാം ആമീൻ എന്ന് ഏറ്റുചൊല്ലുന്നു. ആ ഏറ്റുചൊല്ലുന്ന സമയത്ത് കുരിശു വരച്ച്, തലവണങ്ങി കുരിശു വരച്ചുകൊണ്ട് വൈദികൻ നമുക്ക് നൽകിയ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് വേണം ആമീൻ എന്ന് നാം ഏറ്റുപറയാൻ. ഞാനത് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് നമ്മൾ കുരിശു വരച്ച്, നമ്മൾ സാധാരണയായിട്ട് ഇത് നമ്മൾ പലർക്കും അറിയില്ലായിരിക്കാം, നമ്മുടെ ആ ആശീർവാദം സ്വീകരിക്കുന്നതിന്റെ അടയാളമായിട്ട് കുരിശു വരച്ച് തല വണങ്ങി ആ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. അതിനുശേഷം പിന്നീട് വൈദികൻ സമർപ്പണ പ്രാർത്ഥന നടത്തുന്നു. പിന്നീട് ശോശപ്പ ആഘോഷം നടത്തുന്നു. ശോശപ്പ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? വിശുദ്ധ കുർബാനയിൽ വൈദികൻ ശോശപ്പ ഉയർത്തി ആഘോഷിക്കുന്നത് നമ്മൾ എല്ലാവരും കാണാറുള്ളതാണ്. ഈ ശോശപ്പ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ആവരണം, മൂടി, തൂവാല എന്നീ അർത്ഥങ്ങളെല്ലാം അതിനുണ്ട്. ഓരോ കാലങ്ങളിലും പലതരത്തിലുള്ള ശോശപ്പകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. യൽദാ കാലത്ത്, അതായത് ക്രിസ്തുമസിന്റെ ആ സമയത്ത് നക്ഷത്രത്തിന്റെ ചിഹ്നമുള്ളതും അത് ചിത്രത്തുന്നലോട് കൂടിയതും, അതുപോലെ തന്നെ ദനഹ കാലത്തും പെന്തിക്കോസ്തി കാലത്തും പ്രാവിന്റെ രൂപമുള്ളതും, സ്ലീബ കാലത്ത് കുരിശിന്റെ അടയാളമുള്ളതുമായ ശോശപ്പയാണ് സാധാരണയായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത്.
വിശുദ്ധ കുർബാന ഈ ശോശപ്പ ആഘോഷിക്കുന്ന സമയത്ത് വൈദികൻ ശോശപ്പ ഉയർത്തി മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. യാക്കോബ്, പഴയ നിയമത്തിലെ യാക്കോബ്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യാക്കോബ് സ്വപ്നത്തിൽ കണ്ട ദർശനത്തിലൂടെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നൊരു ഗോവണി വഴിയായിട്ട് മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും മനുഷ്യർ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ടും അദ്ദേഹം ദർശനത്തിൽ കണ്ടു. യാക്കോബ് ദർശനത്തിൽ കണ്ടു. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് വൈദികർ ഈ സമയത്ത് ശോശപ്പ ഉയർത്തിയും താഴ്ത്തിയും ആഘോഷിക്കുന്നത്. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ സമയത്ത് ഭൗമികരായ നമ്മൾ, മനുഷ്യരായ നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. സ്വർഗീയരായ മാലാഖമാരെല്ലാവരും ഈ വിശുദ്ധ കുർബാനയിലേക്ക് അവരോഹണം ചെയ്തിറങ്ങി വരുന്നതായിട്ടും നമ്മുടെ നമ്മൾ ആ ആഘോഷ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്തയും നമ്മുടെ പ്രാർത്ഥനയും ഇതായിരിക്കണം. ഈ ശോശപ്പ ആഘോഷത്തിന് ശേഷം പിന്നീട് വൈദികൻ നമുക്ക് ശ്ലൈഹിക ആശീർവാദം നൽകുന്നു. ശോശപ്പ ആഘോഷത്തിന് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ ആ സമയത്ത് വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ശോശപ്പയെ 2 കാര്യങ്ങളോടാണ് പ്രധാനമായിട്ടും ഉപമിക്കുന്നത്. ഒന്ന്, പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്നുള്ള പലായനത്തിന്റെ സമയത്ത് അവർക്ക് വെള്ളമൊന്നും കിട്ടാതെ അവർ വിഷമിച്ച് ദാഹിച്ച് വലഞ്ഞ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത് മോശയിലൂടെ പാറയിൽ നിന്ന് അവർക്ക് ജലം ഒഴുക്കി കൊടുത്തു. ആ ഒരു സംഭവത്തെ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ കബറടക്ക സമയത്ത് ആ സമയത്ത് നമ്മുടെ കർത്താവിന്റെ കല്ലറയ്ക്ക് മുൻപിലായിട്ട് ഒരു വലിയ കല്ല് അവര് മൂടി വെച്ചുകൊണ്ട് കല്ലറ സീല് ചെയ്യുന്നുണ്ട്, അത് മുദ്ര വെക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, മഗ്ദലന മറിയം യേശുവിനെ കാണാൻ പോകുന്ന സമയത്ത് അവളുടെ മനസ്സിലുള്ള ഒറ്റയ്ക്കൊരു വിഷമം ഇത് മാത്രമായിരുന്നു: ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരാണ് എനിക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റുക എന്ന് ആലോചിച്ചുകൊണ്ടാണ് അവൾ അവിടെ ചെല്ലുന്നത്. പക്ഷെ ചെല്ലുന്ന സമയത്ത് കല്ല് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, അത് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായിട്ട് അവൾ കാണുന്നു. നമ്മുടെ കർത്താവിന്റെ ഉദ്ധാന സമയത്തുണ്ടായ ഭൂകമ്പത്തെയും അതുവഴി ആ വലിയ കല്ല് മാറ്റപ്പെട്ടതിനെയും ഒക്കെ ഈ സമയത്ത് അനുസ്മരിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ശോശപ്പ ആഘോഷിക്കുന്ന സമയത്ത് വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും നമ്മൾ അനുസ്മരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഇസ്രായേൽ ജനതയ്ക്ക് പാറയിൽ നിന്ന് ദൈവം ജലം ഒഴുക്കി കൊടുത്തതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിലേക്ക് യേശുവിന്റെ ദിവ്യ രഹസ്യങ്ങൾ വഴിയായിട്ട് ദൈവകൃപ അനന്തമായിട്ട് ഒഴുകി വരുന്നതിനെയും അതുപോലെ നമ്മുടെ കർത്താവിനെ ഉദ്ധാനത്തിന് ശേഷം കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണമേ എന്നൊക്കെയാണ് ഈ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് വൈദികൻ ശ്ലൈഹിക ആശീർവാദം നൽകുന്നു. ഈ ദിവ്യ രഹസ്യങ്ങളിൽ നിന്നുള്ള അനുഗ്രഹം യാച കൃപ സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും, ജനങ്ങൾക്ക് എല്ലാവർക്കും ശ്ലൈഹിക ആശീർവാദം നൽകുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്നും എടുത്തിരിക്കുന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ആ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഇവിടെ വൈദികൻ ആശീർവാദം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ശ്ലൈഹിക ആശീർവാദം എന്ന് പേര് വന്നിരിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിലാണ് ഇവിടെ വൈദികൻ ജനങ്ങൾക്ക് ആശീർവാദം നൽകുന്നത്. അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയുടെ പരമപ്രധാനമായ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആ സമയത്ത് വൈദികൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു: നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മിശിഹാ തമ്പുരാൻ ഇരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇതുവരെയുള്ള ചിന്തകൾ, നമ്മുടെ മനസ്സോ ചിന്തകളോ എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഏറ്റവും ഏകാഗ്രമായിട്ട് വിശുദ്ധ കുർബാനയുടെ പരമപ്രധാനമായ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ആഹ്വാനം കൂടിയാണിത്. നമ്മൾ ഏറ്റു പറയുന്നുണ്ട്, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെയാകുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുന്നു. അതിനുശേഷം വൈദികൻ പിന്നീട് പ്രാർത്ഥിക്കുന്ന, നമ്മളോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോ ഭയത്തോടും ഭക്തിയോടും ആദരവോടും കൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് ഉചിതവും ന്യായവുമാകുന്നു, യുക്തവുമാകുന്നു എന്ന് നമ്മൾ ഏറ്റുപറയുന്നു. അതിനുശേഷമാണ് മാലാഖമാരുടെ കീർത്തനം നമ്മൾ ഏറ്റുപാടുന്നത്. അപ്പോ
അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട ഈ ഒരു സമയത്ത് യേശുമിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് സ്വർഗവും ഭൂമിയും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ് മാലാഖമാരുടെ കീർത്തനം. യേശയ്യാ പ്രവാചകനുണ്ടായ ദർശനത്തിൽ മാലാഖമാര് 6 ചിറകുള്ള മാലാഖമാര് 2 ചിറകുകൾ കൊണ്ട് അവരുടെ മുഖങ്ങളും 2 ചിറകുകൾ കൊണ്ട് പാദങ്ങളും മൂടി 2 ചിറകുകൾ കൊണ്ട് പറന്നെടുത്തുകൊണ്ട് ഉച്ചത്തിൽ പരിശുദ്ധൻ 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 എന്ന് പ്രഘോഷിച്ച ആ പ്രാർത്ഥനയെയും അതുപോലെ തന്നെ യേശുവിനെ ഓശാന പാടി എതിരേറ്റ ഈ പ്രാർത്ഥനയും ആ സംഭവങ്ങൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തുള്ള ഒരു പ്രാർത്ഥനയാണ് മാലാഖമാരുടെ കീർത്തനം. ദൈവമായ കർത്താവിനെ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നത് വഴിയായിട്ട് പരിശുദ്ധ തൃത്വം ഏകദൈവം തൃത്വമായി മഹത്വപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസവും ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് സ്ഥാപക വചനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മുടെ കർത്താവ് തന്റെ അന്ത്യത്താഴ സമയത്ത് വിശുദ്ധ കുർബാന നമുക്ക് നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ തന്റെ ജീവിതം തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് തന്റെ ശരീര രക്തങ്ങൾ നമുക്ക് നൽകിയതിന്റെ അനുസ്മരണമാണ്, ആഘോഷമാണ്, അനുഷ്ഠാനമാണ് നമ്മൾ അവിടെ നടത്തുന്നത്. യേശു പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത, തനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പോലും യേശു പഠിപ്പിച്ചിട്ടില്ല അല്ലേ? ഈ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞതാണ് ഒരിക്കലും മനുഷ്യർക്ക് ദഹിക്കാൻ പറ്റാതെ പോയൊരു കാര്യം. അതായത് ഒരിക്കലും അവന് അപ്പവും ശരീരവും രക്തവുമായിട്ട് മാറാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വന്നൊരു ചോദ്യം. ഈ അനുഷ്ഠാനത്തിന് ശേഷം തന്റെ തിരുശരീര രക്തങ്ങളിലൂടെ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് വഴിയായിട്ട് അതിനെ തുടർന്ന് 24 മണിക്കൂറുകൾക്കിപ്പുറം പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? ആ വചനം അങ്ങനെ തന്നെ തന്റെ ശരീരവും രക്തവും അങ്ങനെ തന്നെ നമുക്ക് നൽകിയത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കുന്നു അല്ലേ? അതാണ് ഈശോ എന്താണോ പറഞ്ഞത് അതവൻ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ ആ ഒരു ബോധ്യത്തോടുകൂടി യേശുമിശിഹായുടെ പീഡാസഹനങ്ങളെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി വേണം ഈ ഭാഗത്ത് നമ്മൾ ഭക്തിയോടെ ഈ സ്ഥാപക വചനങ്ങൾ ശ്രമിക്കുവാൻ, അതിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായിട്ട് ഒന്നു ചേരുവാൻ. ഈ സമയത്ത് നമ്മുടെ കൈകളിൽ സാധാരണ സിസ്റ്റർ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ കുർബാനക്രമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കുർബാനക്രമമൊക്കെ അടച്ച് താഴെ വെച്ചുകൊണ്ട് 2 കരകളും കൂപ്പി തലകൾ വണങ്ങി ഈശോയുടെ അന്ത്യത്താഴ സമയത്ത് ആ പെസഹ രഹസ്യം ഈശോ ആഘോഷിച്ചതിനെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വൈദികൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. തന്റെ അന്ത്യത്താഴ വേളയിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു എന്നാണ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ആ പ്രാർത്ഥന വഴിയായിട്ട് അനുസ്മരിക്കുന്നത് അല്ലെ? അപ്പോ ഈ ഓരോ പദങ്ങൾക്കും അതിന് കൃത്യമായിട്ടുള്ളൊരു അർത്ഥം അല്ലെങ്കിൽ അത് ഓരോന്നിനും ദൈവശാസ്ത്രപരമായിട്ടുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ അപ്പം എടുത്തു എന്ന് പറയുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിന്നും യേശുമിശിഹ ശരീരമെടുത്തതിനെ ആ സമയത്ത് ഓർക്കുന്നുണ്ട്. അതുപോലെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അനുവാദം സ്വീകരിക്കുന്നതായിട്ടും ആ സമയത്ത് അനുസ്മരിക്കുന്നു. അതിനുശേഷം വാഴ്ത്തി ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ തന്റെ ശരീരത്തെ ലോകം മുഴുവനും നൽകുന്നതിന് വേണ്ടി ശുദ്ധീകരിച്ചതിനെ അവിടെ അനുസ്മരിക്കുന്നുണ്ട്. അതിനുശേഷം മുറിച്ചു, വാഴ്ത്തി മുറിച്ചു എന്ന് പറയുന്ന സമയത്ത് യേശുവിന്റെ പീഡാസഹനത്തെയും മരണത്തെയും എല്ലാം നമ്മൾ അവിടെ അനുസ്മരിക്കുന്നു. ഇത് ശിഷ്യന്മാർക്ക് നൽകി എന്ന് പറയുന്ന സമയത്ത് ലോകം മുഴുവനിലുമുള്ള സകല മനുഷ്യർക്കും വേണ്ടി, ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിന് വേണ്ടി തന്റെ തിരുശരീരം മുറിച്ചു നൽകിയത് ആ സമയത്ത് അനുസ്മരിക്കുന്നു. നമ്മുടെ മനസ്സിലും ഈ സമയത്ത് ഉയരേണ്ട പല പ്രാർത്ഥനകളുണ്ട്. യേശുമിശിഹായുടെ തിരുശരീരം എടുത്ത് ഉയർത്തുന്ന ആ സമയം തൊട്ട് നാം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: ദൈവമേ, അങ്ങ് ഈ
ഗോതമ്പപ്പത്തെ എടുത്തുയർത്തി അങ്ങയുടെ ശരീരമാക്കിയതുപോലെ എന്റെ ജീവിതത്തെയും അങ്ങയുടെ കരങ്ങളിൽ എടുക്കണമേ. അങ്ങ് എന്റെ ജീവിതത്തെയും എന്റെ ശരീരത്തെയും എന്റെ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ, വിശുദ്ധീകരിക്കണമേ. എന്നെ തന്നെ മുറിച്ച് ലോകം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും വേണ്ടി നൽകുവാൻ, അങ്ങയുടെ ഉത്തമ സാക്ഷിയായിട്ട് മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വിശുദ്ധ കുർബാനയിൽ ആയിരിക്കുവാനായിട്ട്. പിന്നീട് കാസായ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എന്നത് വഴിയായിട്ട് യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ ചിന്തപ്പെടുന്നത് മനുഷ്യകുലം മുഴുവന് വേണ്ടിയാണെന്നുള്ള ആ ഒരു ഓർമ്മയാചരണം നമ്മൾ നടത്തുന്നു. അതുപോലെ അനേകർക്ക് വേണ്ടി എന്നുള്ള ആ പ്രാർത്ഥന വഴിയായിട്ട് വിശുദ്ധ കുർബാന ഏതെല്ലാം കാലഘട്ടം വരെ നിലനിൽക്കുന്നുവോ, ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള ആ നാളുകളോളം ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന ദൈവകൃപയെയും അതുവഴി അനേകം ആളുകൾ ദൈവത്തിലേക്ക്, ആ ദൈവത്തിന്റെ ആത്മാവിലേക്ക് കടന്നു വരുന്നതിനെയും സൂചിപ്പിച്ചുകൊണ്ടാണ് അനേകർക്ക് വേണ്ടിയും എന്നുള്ള പദം ആ ജനസമൂഹത്തെ മുഴുവനും കണ്ടുകൊണ്ടാണ് ഈ പദങ്ങൾ പ്രത്യേകമായിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ബോധ്യവും ഇതുവഴി നമുക്ക് ലഭിക്കുന്നു. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? പാപമോചനത്തിന് വേണ്ടിയും നിത്യജീവന് വേണ്ടിയിട്ടുമാണ്. നമ്മുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ടും നാം ഓരോരുത്തരും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കാരണമായും ഈ വിശുദ്ധ കുർബാന മാറുന്നു എന്നുള്ള ബോധ്യം നമ്മിലേക്ക് കടന്നു വരുവാൻ ഈ കൽപ്പന അനുസ്മരണം നമുക്ക് അത് ഇടയാക്കി തീർക്കുന്നു. അതുപോലെ തന്നെ പിന്നീട് വൈദികൻ ഇങ്ങനെ യേശുമിശിഹായുടെ കൽപ്പനകളുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന ഈശോ പറഞ്ഞ അതേ വചനം ആവർത്തിച്ചുകൊണ്ട് വൈദികൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ യേശുമിശിഹായുടെ രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ നമ്മൾ അവിടെ അനുസ്മരിക്കുന്നു. യേശുവിന്റെ ജനനം, പരസ്യ ജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം, രണ്ടാം വരവ് വരെയുള്ള എല്ലാ സംഭവങ്ങളും ഈ സമയത്ത് നമ്മൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വൈദികൻ ഒരു സ്പൂൺ ഇങ്ങനെ എടുത്തുയർത്തുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സ്പൂൺ എടുത്തുയർത്തുന്നതിന് മുൻപായിട്ട് അതിന് വലിയ അർത്ഥമുണ്ട്. അതിങ്ങനെയാണ്, വൈദികൻ അത് ഉയർത്തുന്നതിന് മുൻപായിട്ട് കാസായിലും പീലാസായിലും തബലീത്തായിലും പിന്നീട് വൈദികന്റെ നെറ്റിത്തടത്തിലും സ്പർശിച്ചതിന് ശേഷമാണ് അത് എടുത്തുയർത്തി കാണിക്കുന്നത്. കാസായിലും പീലാസായിലും ഈ സ്പൂൺ കൊണ്ട് സ്പർശിക്കുമ്പോൾ യേശുമിശിഹായുടെ പീഡാസഹനത്തെയും മരണത്തെയും അവിടെ അനുസ്മരിക്കുന്നു. തബലീത്തായിൽ സ്പർശിക്കുമ്പോൾ യേശുവിന്റെ കബറടക്കത്തെയാണ് അവിടെ ഓർക്കുന്നത്. പിന്നീട് വൈദികന്റെ നെറ്റിത്തടത്തിൽ സ്പർശിക്കുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തെ നമ്മൾ അനുസ്മരിക്കുന്നു. പിന്നീട് അത് ഉയർത്തി കാണിക്കുന്ന സമയത്ത് യേശുമിശിഹായുടെ രണ്ടാമത്തെ വരവ്, കിഴക്ക് നിന്നും പടിഞ്ഞാറേക്കുള്ള മിന്നൽ പിണർ പോലെ ഉള്ള യേശുവിന്റെ രണ്ടാമത്തെ വരവിനെയും അവിടെ അനുസ്മരിക്കുന്നു. ഈ സമയത്ത് ആ സ്പൂൺ യേശുമിശിഹായെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഒരു കുഷ്യന്റെ പുറത്താണ് സ്പൂൺ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. ആ കുഷ്യൻ യേശുവിന്റെ സിംഹാസനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ദിവ്യരഹസ്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതിന്റെ വലതു ഭാഗത്തായിട്ടാണ് ഈ കുഷ്യനും സ്പൂണും ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. അത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ന്യായവിധിയുടെ സമയത്ത് പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്ന യേശുമിശിഹായെ പ്രതിനിധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദിവ്യരഹസ്യങ്ങളുടെ വലതുവശത്തായിട്ട് ഈ കുഷ്യനും സ്പൂണും ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. കുഷ്യൻ യേശുമിശിഹായുടെ സിംഹാസനമായിട്ടും സ്പൂൺ യേശുമിശിഹായെയും പ്രധാനമായിട്ട് പ്രതിനിധാനം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള കൃതജ്ഞതാ പ്രാർത്ഥനകളെല്ലാം നടത്തിയതിനു ശേഷം പിന്നീട് റൂഹാക്ഷണ പ്രാർത്ഥന നടത്തുന്നു. ദിവ്യരഹസ്യങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് റൂഹാക്ഷണ പ്രാർത്ഥന.
പൗരസ്ത്യ ദർശനം അനുസരിച്ച് എല്ലാ ശുശ്രൂഷകളും അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പോടുകൂടെയാണ്. അതുകൊണ്ട് ഈ സമയത്ത് ആ പ്രാർത്ഥനയുടെ പ്രത്യേകതയെക്കുറിച്ച്, അതിന്റെ മഹനീയതയെക്കുറിച്ച് ശുശ്രൂഷകൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. വൈദികൻ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് കൈകൾ പ്രാവിന്റെ രൂപത്തിൽ ചലിപ്പിച്ചുകൊണ്ട് ദിവ്യരഹസ്യങ്ങളുടെ മേൽ റൂഷ്മ ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിന്നും ശരീരം സ്വീകരിച്ചത് എപ്പോഴായിരുന്നു? പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യകയുടെ മേൽ വന്ന് ആവസിച്ച സമയത്താണ് യേശു അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടത്, അല്ലെ? അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ആവാസം ഈ ദിവ്യരഹസ്യങ്ങളുടെ മേൽ വന്നു നിറയുന്ന സമയത്ത് അപ്പവും വീഞ്ഞും യേശുവിന്റെ തിരുശരീര രക്തങ്ങളായിട്ട് മാറ്റപ്പെടുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഇതിനുശേഷം, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികൻ പിന്നീട് കർത്താവേ എന്നോട് ഉത്തരമരുളണമേ എന്ന് ഉറക്കെ 3 പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലി ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥന വന്നിരിക്കുന്നത്. അവിടെ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിന്റെ കാലത്ത് ഒരു ബലിയർപ്പണം നടത്തുന്നുണ്ട്. കാർമൽ മലയിൽ വെച്ച് ഒരു ബലിയർപ്പണം നടത്തുന്നുണ്ട്. ബാലിന്റെ പ്രവാചകന്മാര് 150 പ്രവാചകന്മാരും അവരൊരു ഭാഗത്ത്, ഏലിയ പ്രവാചകൻ മറുഭാഗത്ത്. അപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഏലിയ പ്രവാചകനും ബാലിന്റെ പുരോഹിതന്മാരും കാഴ്ച സമർപ്പിച്ചുകൊണ്ട് കാളയെ കൊന്ന് ബലിയർപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവരതിനെ അറുത്ത് വെക്കുന്ന സമയത്ത് ഏലിയ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, അഗ്നി ഇറക്കി ആരുടെ ബലി സ്വീകരിക്കപ്പെടുന്നുവോ ആ ദൈവമാണ് സർവശക്തനായ ദൈവം, അവരുടെ ദൈവമാണ് സർവശക്തനായ ദൈവം എന്ന് ജനങ്ങളോട് ഉദ്ഘോഷിക്കുക. ആ ഒരു കാര്യം അവിടെ മത്സരം എന്നുള്ള രീതിയിൽ അവിടെ വെക്കുന്നു. ഈ സമയത്ത് ഏലിയ പ്രവാചകൻ, ബാലിന്റെ പുരോഹിതന്മാരെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ഏലിയ പ്രവാചകൻ ഇസ്രായേൽ സമൂഹത്തിലെ തന്റെ അവശേഷിക്കുന്ന ജനങ്ങളെ എല്ലാം അടുത്തേക്ക് ചേർത്ത് നിർത്തിയതിനു ശേഷം അവരോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ബലിവസ്തുവിന്റെ പുറത്ത് 4 കുടം വെള്ളം വീതം 3 തവണ ഒഴിച്ച് അതിനുശേഷമാണ് ഏലിയ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, ജീവിക്കുന്ന ദൈവം അങ്ങാണെന്ന് ഈ ജനത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങ് ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏലിയ പ്രവാചകൻ നടത്തുന്ന പ്രാർത്ഥനയാണ് ആ സമയത്ത് അനുസ്മരിക്കുന്നത്. പിന്നീട് അഗ്നി ഇറങ്ങി ഈ ബലി സ്വീകരിക്കുകയും വെള്ളം കൊണ്ട് നനഞ്ഞു കുതിർന്ന ഈ ബലി സ്വീകരിക്കുകയും വിറകും മണ്ണും കല്ലും അവിടെ ഉണ്ടായിരുന്ന ജലം മുഴുവനും അത് ദഹിപ്പിച്ചു കളയുകയും ആ അഗ്നി ദഹിപ്പിച്ചു കളയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം വായിക്കണം. അതിൽ ഇക്കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഗൃഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം അനുസ്മരിക്കുന്നത്. ആ ഒരു ചിന്തയോടുകൂടിയാണ് വൈദികൻ, ആ ഒരു ഏലിയ പ്രവാചകൻ ഉണ്ടായിരുന്ന തീക്ഷ്ണതയോടുകൂടിയാണ് വൈദികൻ കർത്താവേ എന്നോട് ഉത്തരമരുളണമേ എന്നുള്ള പ്രാർത്ഥന അവിടെ നടത്തുന്നത്. അതിനുശേഷം ദിവ്യരഹസ്യങ്ങളുടെ മേൽ റൂഷ്മ ചെയ്തുകൊണ്ട് ഈ അപ്പത്തെ യേശുമിശിഹായുടെ തിരുശരീരമായിട്ടും വീഞ്ഞിനെ യേശുമിശിഹായുടെ തിരുരക്തമായിട്ടും പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പ് കൊണ്ട് മാറ്റുന്ന പ്രാർത്ഥന അവിടെ നടത്തുന്നു. പിന്നീട് മധ്യസ്ഥ പ്രാർത്ഥനകളാണ് അതിനെ തുടർന്ന് വരുന്നത്. തുബ്ദേ എന്ന ഒരു പദം കൂടി നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ 6 പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ശുശ്രൂഷകർ ചൊല്ലുന്ന 6 പ്രാർത്ഥനകൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ 3 പ്രാർത്ഥനകൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും 3 പ്രാർത്ഥനകൾ മരിച്ചുപോയവർക്കും വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ശുശ്രൂഷകർ 3 പേർ വന്ന് വൈദികൻ നിൽക്കുന്നത് പോലെ നിന്നുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് വൈദികൻ രഹസ്യവും പരസ്യവുമായ 12 പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. അപ്പോൾ
ആകെ 18 പ്രാർത്ഥനകളാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ സമയത്ത് മാത്രമായിട്ട് നടത്തപ്പെടുന്നത്. അതിലെ ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ അനുസ്മരിക്കുന്നു. അതുപോലെ കർദിനാൾ പിതാവിനെ, നമ്മുടെ കാതോലിക്ക ബാവ തിരുമേനിയെ, നമ്മുടെ രൂപതാ മെത്രാന്മാരെ നമ്മൾ അനുസ്മരിക്കുന്നു. വൈദികരെയും സമർപ്പിതരെയും എല്ലാ അൽമായരെയും സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പിന്നീട് വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന സകല മനുഷ്യരെയും ഓർത്തുകൊണ്ട് അവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നീട് എല്ലാ ഭരണാധിപന്മാരെയും, അത് നമ്മുടെ സമൂഹത്തിലെ ഭരണാധിപന്മാർക്ക് വേണ്ടിയെല്ലാം നാം പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഒരുപാട് ശക്തമായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്, അല്ലെ? നമ്മുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സമയത്ത് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മുടെ സഭാ അധികാരികളെയും സമൂഹാധികാരികളെയും ലോകം ഭരിക്കുന്നവരെ എല്ലാം അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. പിന്നീട് ദൈവമാതാവിനെയും ശ്ലീഹന്മാരെയും സഹദേന്മാരെയും എല്ലാ വിശുദ്ധരെയും അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾക്ക് ശേഷം സകല മരിച്ചുപോയവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകളോടുകൂടി മധ്യസ്ഥ പ്രാർത്ഥന അവിടെ പൂർണ്ണമാകുന്നു. പിന്നീട് ഈ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ എല്ലാം അവസാനത്തിൽ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് വൈദികൻ തൃത്വനാമത്തിൽ ജനങ്ങൾക്ക് ആശീർവാദം നൽകുന്നു. പിന്നീട് മറയിട്ടുകൊണ്ട് അപ്പമുറിക്കൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇത്രയുമാണ് ബലിയർപ്പണം എന്നുള്ള മൂന്നാം ഭാഗം നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഹോംവർക്ക് മറക്കരുത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം വായിക്കണം. അതുപോലെ ഇതുവരെയുള്ള ഭാഗങ്ങൾ, 1-ാം ഭാഗം ഒരുക്ക ശുശ്രൂഷ, 2-ാം ഭാഗം വചന ശുശ്രൂഷ, 3-ാം ഭാഗം ബലിയർപ്പണം, ഈ 3 ഭാഗങ്ങളും കൃത്യമായി വായിച്ച് ഓരോ വിശുദ്ധ കുർബാനയിലും നാം സംബന്ധിക്കുന്ന സമയത്ത് ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഭക്തിപൂർവം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.